നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യൂത്ത് ലീഗ് നേതൃത്വത്തിൽ നടക്കുന്ന യുവജനയാത്ര ജില്ലയിൽ ആവേശോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പര്യടനം തുടരുന്നു. മന്ത്രി കെ ടി ജലീലിന്റെ ബന്ധുനിയമനം സംബന്ധിച്ച വിഷയത്തിൽ നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്നും കെ എം ഷാജിക്കെതിരെ വ്യാജരേഖയുണ്ടാക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും. കീഴാറ്റൂരിൽ വീണ്ടും സമരാഗ്നി. അന്തിമ വിജ്ഞാപനം എതിരായതോടെ വയൽക്കിളികളും ഐക്യദാർഢ്യ സമിതിയും വീണ്ടും സമരരംഗത്തേക്ക്. കേരള സ്കൂൾ കലോത്സവത്തിന് തലശ്ശേരിയിൽ അരങ്ങുണർന്നു. 18 വേദികളിൽ കലയുടെ കളിയാട്ടം. മാറ്റുരക്കുന്നത് 15 ഉപജില്ലകളിൽ നിന്നായി 5778 പ്രതിഭകൾ. വാർത്തകൾ വിശദമായി. കെ ടി ജലീലിന്റെ ബന്ധുനിയമനം സംബന്ധിച്ച വിഷയത്തിൽ നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്നും കെ എം ഷാജിക്കെതിരെ വ്യാജരേഖയുണ്ടാക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ. യുവജനജാഥയുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി പി കെ ഫിറോസും. കെ ടി ജലീൽ ബന്ധുവിനെ നിയമിച്ചത് സംബന്ധിച്ച് വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ അന്വേഷണത്തിന് സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടാലുടൻ ജലീൽ രാജിവെക്കേണ്ടിവരും. ചില രേഖകൾ കൂടി ലഭിച്ചാലുടൻ കോടതിയെ സമീപിക്കും. കെ ടി ജലീലിനെ വേട്ടയാടുന്നുവെന്ന ആരോപണം ശരിയല്ല. ഈ സ്ഥാനത്ത് ആരായിരുന്നാലും ലീഗ് ഇതേ നിലപാടാവും സ്വീകരിക്കുക. ഞങ്ങൾ കേസുമായി മുമ്പോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമല്ല, പുതിയ PC ആക്ടിലെ അമെന്റ്മെന്റ് പ്രകാരം സർക്കാരിന്റെ അനുമതി വേണം. അനുമതി ഇതുവരെ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബർ 3-ാം തീയതി തന്നെ, നവംബർ 2-ാം തീയതിയാണ് യൂത്ത് ലീഗ് ഈ വിഷയം ഉന്നയിക്കുന്നത്. നവംബർ 3-ാം തീയതി തന്നെ യൂത്ത് ലീഗ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരു റീസണബിൾ ടൈം വെയിറ്റ് ചെയ്യണം എന്ന നിയമപരമായ ഒരു സാങ്കേതികത്വം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കോടതിയെ സമീപിക്കാതെ ഞങ്ങൾ കാത്തിരിക്കുന്നത്. ആ ഒരു ടൈമായി കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ കോടതിയെ സമീപിക്കും. കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരും. അങ്ങനെ അന്വേഷണം നടത്തിയാൽ മന്ത്രി കുറ്റക്കാരനാണെന്ന് തെളിയും. അന്വേഷണം പ്രഖ്യാപിച്ചാൽ തന്നെ മന്ത്രി രാജിവെക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിയമപരമായും രാഷ്ട്രീയമായും ഇപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കെ എം ഷാജിക്കെതിരെ വ്യാജരേഖ ചമച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഈ കേസ് കൃത്യമായി അവതരിപ്പിക്കുന്നതിൽ ചില വീഴ്ച വന്നിട്ടുണ്ട്. സുപ്രീംകോടതിയിൽ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കും. ഈ വ്യാജരേഖയ്ക്കു പിന്നിൽ CPM ആണ്. മാന്യതയില്ലാത്ത ഒരാൾ അഴീക്കോട് മണ്ഡലത്തിൽ ഷാജിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടും ജനവിധി മാനിക്കാതെ കുതന്ത്രങ്ങൾ പലതും പയറ്റുകയാണ്. ഒരു കൃത്രിമ രേഖയിൽ തകർന്നു പോകുന്നതല്ല ലീഗിന്റെ മതേതരത്വ കാഴ്ചപ്പാടെന്നും നേതാക്കൾ പറഞ്ഞു. സീൽ ന്യൂസ്, കണ്ണൂർ. മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജനയാത്രാ പര്യടനം ചൊവ്വാഴ്ച ധർമ്മശാലയിൽ നിന്നും ആരംഭിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ VP വമ്പൻ ഉദ്ഘാടനം ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ ഭാഗത്തിൽ ഒരു വലിയ ജൈത്രയാത്രയാണ് ബഹുമാനപ്പെട്ട മുനവർ അലി ശിഹാബ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാഥയുടെ ഇന്നത്തെ ഉദ്ഘാടനം ഈ ധർമ്മശാല വെച്ച് ആരംഭിക്കുകയാണ്. അക്രമ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായ CPM-നെതിരെ വർഗീയത ഇന്ത്യയിൽ മുഴുവൻ അടിച്ചുവിടുന്ന BJP സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിന്റെ വേദിയിൽ ഇവിടെ എത്തിച്ചേർന്ന ജാഥാംഗങ്ങൾക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് വർഗീയമുക്ത ഭാരതം, അക്രമരഹിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മുസ്ലിം യൂത്ത് ലീഗ് യുവജനയാത്ര നടത്തുന്നത്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ, ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എന്നിവരാണ് ജാഥ നയിക്കുന്നത്. തിങ്കളാഴ്ച ജില്ലയിൽ പ്രവേശിച്ച യാത്ര തളിപ്പറമ്പിലായിരുന്നു സമാപിച്ചത്. ചൊവ്വാഴ്ച ധർമ്മശാലയിൽ നടന്ന പരിപാടിയിൽ ജാഥ ക്യാപ്റ്റൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ, അഡ്വക്കേറ്റ് S മുഹമ്മദ്, BV ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, ധർമ്മശാല. കീഴാറ്റൂരിൽ വീണ്ടും സമരാഗ്നി ഉയരാൻ പോവുകയാണ്. അന്തിമ വിജ്ഞാപനം എതിരായതോടെ വയൽക്കിളികളും ഐക്യദാർഢ്യ സമിതിയും വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ബിജെപിയുമായി കൂട്ടുചേർന്നിട്ടും ഒരു ഗുണവും കിട്ടിയില്ലെന്ന് മാത്രമല്ല, മറ്റ് CPM ഉൾപ്പെടെയുള്ളവർക്ക് തങ്ങളുടെ പ്രവർത്തനത്തെ ജനങ്ങളുടെ ഇടയിൽ മോശമായി ചിത്രീകരിക്കാൻ കാരണവും ഉണ്ടാക്കി എന്നതും വയൽക്കിളികളെ പ്രതിസന്ധിയിലാഴ്ത്തുന്നുണ്ട്.
കീഴാറ്റൂർ വീണ്ടും പ്രക്ഷോഭപാതയിലേക്കാണ്. കേന്ദ്ര സർക്കാരിന്റെ അന്തിമ വിജ്ഞാപനം വന്നതോടെ വയൽക്കിളികളും ഇവർക്ക് സഹായകമായി ഉണ്ടായിരുന്ന BJPയും പ്രതിസന്ധിയിലായി. കീഴാറ്റൂരിലൂടെയുള്ള ബൈപ്പാസിനെതിരെ CPM മാത്രമാണ് അനുകൂല നിലപാടുമായി രംഗത്തെത്തിയിരുന്നത്. കീഴാറ്റൂർ CPMന്റെ കേന്ദ്രമായതുകൊണ്ടാണ് ബൈപ്പാസിനെതിരെ സമരരംഗത്തെത്തിയ വയൽക്കിളികൾക്ക് സഹായവുമായി BJP രംഗത്തെത്തിയത്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായതുകൊണ്ടുതന്നെ വയൽക്കിളികൾ BJPയോട് ഒപ്പം ചേർന്ന് സമരരംഗത്തുമിറങ്ങി. ഡൽഹിയിലടക്കം പോയി ബൈപ്പാസ് മാറ്റണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര മന്ത്രിയടക്കം കണ്ടു. അവസാന നിമിഷം വരെ ബൈപ്പാസ് മാറ്റുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു വയൽക്കിളികളും BJPയുടെ ജില്ലാ പ്രാദേശിക ഘടകങ്ങളും. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇവരെ തകർത്തുകളഞ്ഞു. BJP തങ്ങളെ വഞ്ചിച്ചെന്ന പരസ്യ നിലപാടുമായി വയൽക്കിളികൾ രംഗത്തെത്തുകയും ചെയ്തു. BJPയിലും വിഷയത്തെ ചൊല്ലി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നുവരുന്നുണ്ട്. ഇനി ശക്തമായ സമര പരിപാടികളുമായി വീണ്ടും രംഗത്തെത്താനാണ് വയൽക്കിളികളുടെയും ഐക്യദാർഢ്യ സമിതിയുടെയും തീരുമാനം. അടുത്ത ദിവസം വിപുലമായ യോഗം വിളിച്ച് സമരപരിപാടികൾ ആസൂത്രണം ചെയ്യും. നിരാഹാര സമരം ഉൾപ്പെടെയാണ് ആലോചിക്കുന്നതും. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. പഴയങ്ങാടി മൂലക്കലിൽ പട്ടാപ്പകൽ വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന കേസ് അന്വേഷണം ഊർജിതം. അന്വേഷണം നടക്കുന്നത് സംശയാസ്പദമായ സാഹചര്യത്തിൽ CCTV ദൃശ്യത്തിൽ പതിഞ്ഞ യുവാവിനെ കേന്ദ്രീകരിച്ച്. പഴയങ്ങാടി SHO ബിനു മോഹനാണ് അന്വേഷണ ചുമതല. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് പഴയങ്ങാടി വെങ്ങര മൂലക്കിലെ പുതിയ വീട്ടിൽ രവീന്ദ്രന്റെ വീട്ടിൽ നിന്ന് 15 പവൻ സ്വർണ്ണാഭരണവും 6000 രൂപയും കവർന്നത്. കണ്ണൂരിൽ നിന്നെത്തിയ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും അന്വേഷണം നടത്തിയിരുന്നു. പഴയങ്ങാടി SI വിനു മോഹന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ മൂലക്കിലിൽ കണ്ടിരുന്നു. യുവാവിന്റെ ദൃശ്യങ്ങൾ മൂലക്കിൽ കോമ്രേഡ് ക്ലബിന്റെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. CCTV ദൃശ്യത്തിൽ പതിഞ്ഞ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ യുവാവ് തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി നാട്ടുകാരും പറയുന്നു. 11 അവിടെ കോമ്രേഡ് വാൻശാലിനെടുക്കുന്ന ഇയാളാണ് അവിടെ കണ്ടത്. ക്യാമറയിൽ കണ്ടത് ആൾക്കാർ അവിടെ സംസാരിച്ചിട്ട് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കടവിന്റെ അടുത്തേക്ക് പോയാൽ അങ്ങനെ അങ്ങോട്ട് കിട്ടൂലെന്ന് പറഞ്ഞിട്ട് ഇപ്പുറം വന്നിട്ട് വാങ്ങിക്കോന്ന് പറഞ്ഞു. അതിന്റെ ഇവൻ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയത്. ഷൗട്ട് ചെയ്തിട്ടാ പോയ എന്നോട്. ഇയാളെ ബാഗിൽ ഒരു പച്ച കുപ്പിയും ഉണ്ട്. ആ കുപ്പി കാണിച്ചിട്ട് വെള്ളം വേണമെന്ന് പറഞ്ഞത്. പാനി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അവിടെ കിട്ടൂല, അപ്പുറത്ത് പീടിയിൽ പോയിട്ട് വാങ്ങണമെന്ന് പറഞ്ഞു. ആ കുപ്പി ഇവിടെ ചാടിയിട്ടാ ഉള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങളിലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. തിരിച്ചറിയൽ രേഖ പോലും ഇല്ലാത്ത നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികൾ മാടായി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ എളുപ്പത്തിൽ തിരിച്ചറിയാനും പറ്റില്ല. പ്രതി ഉടൻ വലയിലാകുമെന്നാണ് പോലീസ് പറയുന്നത്. സീൽ ന്യൂസ്, ചെറുകുന്ന്. പ്രചരണമെല്ലാം അവസാനിച്ചപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നടുവിൽ പഞ്ചായത്തിലെ 16ാം വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം. സ്ഥാനാർത്ഥികളുമായി സീൽ ന്യൂസ് നടത്തിയ സംവാദത്തിലാണ് ഇവർ നിലപാട് വ്യക്തമാക്കിയത്. വൈസ് പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗിലെ K. അബ്ദുള്ള നിര്യാതനായതിനെ തുടർന്നാണ് പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. വികസനോത്മക പദ്ധതികളുടെ തുടർച്ചയ്ക്ക് തന്നെയാണ് UDF മുൻതൂക്കം നൽകുന്നതെന്ന് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ K. മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. അദ്ദേഹത്തിന്റെ വികസന സ്വപ്നങ്ങൾ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് എൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടുണ്ടാകുന്നത്. ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് ഷാജിയും ഷീയത്തും സൂചിപ്പിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് മാലിന്യ വിഷയമാണ്. അതിപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കറിയാം, നടുവിൽ മേഖല വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയോര ഹൈവേയുടെ ഭാഗമായി അതിൻ്റെ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഓവുചാലുകൾ നിർമ്മിച്ചു വരുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും സർവകക്ഷി തീരുമാനപ്രകാരം ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കിഴക്ക് ഭാഗത്തുള്ള മഴവെള്ളം പോത്തുകൊണ്ട് തോട് വഴി ഓവുചാല് കയറി ഒഴുക്കിവിടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ കാലതാമസം മാത്രമേ ഇപ്പോഴുള്ളൂ. വാർഡിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കലാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PP ഷാജി പറഞ്ഞു. ഇത്രയും 10 വർഷം മുന്നേ ഈ കവലകളിലെ എല്ലാ വെള്ളവും ഒഴുകി പോകുന്ന ഒരു റോഡാണ് ഈ പഞ്ചായത്ത് ഹൗസിലേക്കുള്ള റോഡ്. അപ്പോൾ ഈ വെള്ളം ഒഴുകി പോകുമ്പോൾ എന്തെങ്കിലും ഒരു കനാലോ എന്തെങ്കിലും ഓവുചാലോ അവിടെ ഉണ്ടാക്കണ്ടേ? ഒരു ഓവുചാൽ ഇന്നുവരെ ഉണ്ടാക്കിയതായിട്ട് ഈ പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള റോഡിലേക്കൊന്നും ആരെങ്കിലും ഇപ്പോഴും പോയി നോക്കിയാൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വശത്ത് ഒരു ഓവുചാലങ്ങൾ പണിതിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് വെറും വാക്ക് പറയുന്നതല്ല. വാർഡിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുമെന്ന് BJP സ്ഥാനാർത്ഥി കപ്പള്ളി ശ്രീജിത്ത് വ്യക്തമാക്കി. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യ പ്രശ്നം വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു.
ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അതിന് ഒരു ശാശ്വതമായ പരിഹാരം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. UDFന് വൻ ഭൂരിപക്ഷമുള്ള വാർഡിലെ ഇലക്ഷൻ പഞ്ചായത്ത് ഭരണത്തെ സ്വാധീനിക്കുകയില്ല. എന്നിരുന്നാലും വാശിയേറിയ പോരാട്ടമാണ് വാർഡിൽ നടക്കുന്നത്. സ്ക്വാഡ് തിരിച്ച് വീട് കയറൽ ഉൾപ്പെടെയുള്ള ശക്തമായ പ്രചാരണം തന്നെയാണ് LDF UDF മുന്നണികൾ നടത്തിയത്. കഴിഞ്ഞ തവണ UDFന് ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നും മികച്ച വിജയം UDF നേടുമെന്നും സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നു. 16 വാർഡിനെ സംബന്ധിച്ചോളം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം K. അബ്ദുള്ള സാഹിബ് വളരെ മൃഗീയമായ ഭൂരിപക്ഷം, പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിട്ടുള്ളത്. ആ വിജയ തുടർച്ച ഈ പ്രാവശ്യവും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നാൽ വാർഡിൽ അട്ടിമറി വിജയം ഉണ്ടാകുമെന്നാണ് LDF സ്ഥാനാർത്ഥിയുടെ അവകാശവാദം. ഞാൻ വിലയിരുത്തുന്നില്ല. കാരണം അവിടെ വർഷങ്ങളായിട്ട് ഒരേ സ്ഥാനാർത്ഥി തന്നെ ജയിപ്പിക്കുന്ന വോട്ടർമാർ ഇപ്രാവശ്യം മാറ്റി ചിന്തിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അട്ടിമറി അങ്ങനെ പ്രതീക്ഷിക്കുന്നു. കാരണം അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറാവണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വോട്ടർമാരെ ഒരേ ഒരു പിടുത്തത്തിൽ നിൽക്കാതെ മാറ്റത്തിന് തയ്യാറാവണം ഇന്നത്തെ സാഹചര്യത്തിൽ. ശബരിമല വിഷയങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും വോട്ടിൽ വർധനവുണ്ടാകുമെന്നും BJPയും കണക്കുകൂട്ടുന്നു. തീർച്ചയായും ശബരിമല പോലുള്ള വിഷയങ്ങൾ LDF സർക്കാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതൊക്കെ ഇത്തവണ വോട്ടായി പരിണമിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വോട്ടർമാരിൽ നിന്ന് നല്ല പ്രതികരണമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ 5 മണി വരെ നടുവിൽ LP സ്കൂളിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 2 ബൂത്തിലായി 1550-ലേറെ വോട്ടർമാരാണുള്ളത്. സീൽ ന്യൂസ്, നടുവിൽ. പൈതൃക നഗരിക്ക് 3 നാൾ ഉറക്കമില്ല. 18 വേദികളിൽ കലയുടെ കളിയാട്ടം. കൌമാരം തീർക്കുന്ന വിസ്മയം. തലശ്ശേരിയിൽ കേരള സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണർന്നപ്പോൾ കാണികളും ഒഴുകിയെത്തി. 15 ഉപജില്ലകളിൽ നിന്നുള്ള 5778 പ്രതിഭകൾ. ഹൈസ്കൂൾ വിഭാഗത്തിൽ 95 ഇനങ്ങൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 105 ഇനങ്ങൾ. ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ, BEMP ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി 8 വിദ്യാലയങ്ങളിലായാണ് വേദികൾ. ഇക്കുറി ഉദ്ഘാടന സമാപന ചടങ്ങുകളില്ല. ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചാണ് മത്സരം. സീൽ ന്യൂസ്, കണ്ണൂർ. കല്യാണിമാരെ കളിച്ചിടുവിൻ, കല്യാണമല്ലോ നനച്ചിടുവിൻ. തലശ്ശേരി ബ്രണ്ണൻ സ്കൂളിൽ തിരുവാതിരയുടെ മേളം. കണ്ണെഴുതി, പൊട്ടുകുത്തി, മുല്ലപ്പൂ മാല ചാർത്തി മങ്കന്മാർ തിരുവാതിര തുടങ്ങി. മോടിയിൽ ആടയണിഞ്ഞവരുടെ കണ്ണുകൾ കമലദളങ്ങളായി. ജയ ജയ വിഘ്നേശ്വര അഭയം വിനായക ശരണം. ജയ ജയ വിഘ്നേശ്വര അഭയം കാണികൾ നിശബ്ദരായി സ്വയം മറന്നു നിന്നു. നിറപറയ്ക്ക് മുന്നിൽ കത്തിച്ചുവെച്ച വിളക്കിലേക്കും തിരുവാതിരയുടെ കാന്തി പടർന്നു. നീതിരിവ് ആതുര എന്നാണല്ലോ ചൊല്ല്. സീൽ ന്യൂസ്, കണ്ണൂർ. സുഖമൊഴി സഖി കേൾക്ക ആകർഷക ഇനമായ കേരള നടനം. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു മത്സരം. വേദി 3-ൽ കേരള നടനത്തിന്റെ ചുവടുകൾ. കാതരമിഴികൾ പ്രണയാർദ്രമായി. ഓർമ്മ
ഓർമ്മയില്ലേ അന്നൊരു പൗർണമി രാത്രി, ആരാമം തന്നിൽ കളിച്ചിരിമൊഴികൾ. കണ്ണുകളിൽ ലാസ്യത്തിന്റെ തിരനോട്ടം. സീൽ ന്യൂസ്, കണ്ണൂർ. ലോകത്തെ പാട്ടുപാടി നൃത്തം വെപ്പിച്ച ബോണി എമ്മിന്റെ അനശ്വര ഗാനം റാ റാ റാസ്പുട്ടിൻ. അതുകഴിഞ്ഞ് ലേലാമു ലേല. വർഷങ്ങളായി അജയ്യരായ കണ്ണൂർ സെന്റ് തെരേസാസിലെ കുട്ടികളുടെ ബാൻഡ് മേളം കേട്ടുനിന്നവരെ ഹരം കൊള്ളിച്ചു. പട്ടാളച്ചിട്ടയോടുള്ള ചുവടുകൾ. ഹൈസ്കൂൾ വിഭാഗത്തിൽ പ്രാർത്ഥന ബാൻഡ് മേളം നയിച്ചപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗോപിക അനിൽകുമാർ ബാൻഡ് മേളം നയിച്ചു. ആദം, ഗോഡ്ഫാദർ, 20-ാം നൂറ്റാണ്ട്, ഇൻ ഹരിഹർ നഗർ തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഒഴുകിയെത്തി. ചുവടുകളും സംഗീതവും ഒന്നുകൂടി ചടുലമായപ്പോൾ ലോകത്തെ പാട്ടുപാടി നൃത്തം വെപ്പിച്ച ബോണിയമ്മിന്റെ റാ റാ റാസ്പുട്ടിനെത്തി. ബാൻഡും ബ്യൂഗിളും നിലക്കാതിരുന്നെങ്കിലെന്ന് കാണികൾ ഒരുമാത്ര വെറുതെ നനച്ചുപോയപ്പോൾ ലേലാമു ലേല. ഒടുവിൽ ദേശീയ ഗാനം. ബാൻഡ് മേളത്തിൽ അജയ്യരാണ് സെന്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സീൽ ന്യൂസ്, കണ്ണൂർ. പൈതൃക നഗരിയായ തലശ്ശേരിയിൽ കേരള സ്കൂൾ കലോത്സവം നടക്കുമ്പോൾ തലശ്ശേരിയിൽ പിറന്ന ചരിത്ര പുരുഷന്മാരെ മറക്കരുത്. ബ്രണ്ണൻ സാഹിബിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന ബ്രണ്ണൻ സ്കൂളിൽ കലയുടെ മാമാങ്കം നടക്കുമ്പോൾ തൊട്ടുമുന്നിൽ KSCB ഓഫീസിന്റെ ചുമരിൽ എല്ലാം കണ്ടും കേട്ടും ചരിത്ര പുരുഷന്മാരുണ്ട്. കപ്പൽ ഛേദത്തെ തുടർന്ന് തലശ്ശേരിയുടെ തീരത്തെത്തിയ എഡ്വേർഡ് ബ്രണ്ണൻ സാഹിബ്. സർവ്വമനുഷ്യർക്കും സൗജന്യ വിദ്യാഭ്യാസം എന്നതായിരുന്നു സാഹിബിന്റെ സ്വപ്നം. അറിവിന്റെ ഗോപുരം ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. വാൽനക്ഷത്രം കണ്ടെത്തിയ ലോകപ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ തലശ്ശേരിയിലെ ചരിത്ര പുരുഷൻ ബൈൻ ബാപ്പു. ലോകപ്രശസ്ത സസ്യശാസ്ത്രജ്ഞ VK ജാനകി അമ്മാൾ. സർക്കസ് ആചാര്യൻ കീലേരി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ. സാക്ഷാൽ സഞ്ജയൻ. ചിത്രകലയുടെ ആചാര്യന്മാരായ PS കരുണാകരൻ, CV ബാലൻ നായർ. ലക്ഷണയുക്തമായ ആദ്യ നോവൽ എഴുതിയ O ചന്തുമേനോൻ. കളരികുരുക്കൾ CV നാരായണൻ നായർ. അറബി മലയാളത്തെ അവിസ്മരണീയമാക്കിയ O അബു. സംഗീതജ്ഞൻ K രാഘവൻ മാസ്റ്റർ. ഭൗതിക ചിന്തയുടെ ആചാര്യൻ പ്രൊഫസർ MN വിജയൻ. ഇവരെല്ലാം തലശ്ശേരിയിലെ ചരിത്ര പുരുഷന്മാരായിരുന്നു. TVS ക്ലബ്ബാണ് ഈ ചുമർ ചിത്രങ്ങൾക്ക് പിന്നിൽ. സെക്രട്ടറി CH നമരീഷ്. പ്രമുഖ ചിത്രകാരനായിരുന്ന PS കരുണാകരൻ മാഷിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് കിവീസ് കൂട്ടായ്മ ഇവിടെ ഈ ചിത്രങ്ങൾ ഒരുക്കിയത്. സെൽവൻ മേലൂരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രമുഖ ചിത്രകാരന്മാരാണ് ഈ ചിത്രങ്ങൾ വരച്ചത്. രാജേഷ് കുന്നോൾ, എബിയൻ ജോസഫ് തുടങ്ങിയ ചിത്രകാരന്മാർ ഈ ചിത്രം വരയ്ക്കുവാൻ വേണ്ടി പങ്കെടുത്തിട്ടുണ്ട്. തലശ്ശേരിയുടെ പൈതൃകമാണ് ഇവിടെ വരയിലൂടെ കാണിച്ചിട്ടുള്ളത്. എബിയൻ ജോസഫ്, സെൽവൻ മേലൂർ എന്നിവരാണ് ചിത്രം വരച്ചത്. സീൽ ന്യൂസ്, കണ്ണൂർ. കേരള സ്കൂൾ കലോത്സവത്തിന് എത്തുന്നവർക്കും വഴിയാത്രക്കാർക്കും ഇക്കുറിയും SFIയുടെ വക തണ്ണീർപ്പന്തൽ ഒരുക്കിയിട്ടുണ്ട്. 5 മണിവരെ മധുരമുള്ള നാരങ്ങാവെള്ളം, 5 മണിക്ക് ശേഷം ചൂട് കാപ്പിയും. എല്ലാ വർഷവും കലോത്സവ വേദിക്ക് മുന്നിൽ SFI തണ്ണീർപ്പന്തൽ ഒരുക്കാറുണ്ട്. ആർക്കായാലും നാരങ്ങവെള്ളം നൽകും. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK അർജുൻ. കഴിഞ്ഞ വർഷങ്ങളിലും അതിനു മുന്നത്തെ വർഷങ്ങളിലുമൊക്കെ ഗ്രീൻ പ്രോട്ടോകോൾ സംവിധാനം സർക്കാർ നടപ്പിലാക്കിയ മുതൽ തന്നെ
മുളയുടെ ഗ്ലാസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം കൊടുക്കുന്നത്. രാവിലെ 10 മണി മുതൽ ആരംഭിക്കും. വൈകുന്നേരം 5 മണി വരെ നമ്മൾ തണുത്ത നാരങ്ങ വെള്ളം കൊടുക്കും. അതിനുശേഷം ചൂടുള്ള മറ്റ് കാപ്പി പോലത്തെ സംവിധാനങ്ങളാണ്. നൂറുകണക്കിന് പേരാണ് പന്തലിലെത്തിയത്. സീൽ ന്യൂസ്, കണ്ണൂർ. ഒറ്റമരം പോലെ ഒരു മരമുണ്ട് തലശ്ശേരിയിൽ. കേരളത്തിൽ മറ്റൊരിടത്തും ബയോബാബ് എന്ന മരമില്ല. 200 വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന നട്ടതാണ് ഈ മരം. കൌമാര പ്രതിഭകളുടെ കലോത്സവത്തിന് സാക്ഷിയാണ് ഈ മരം. ബ്രണ്ണൻ സ്കൂളിനും BEMP സ്കൂളിനുമിടയിൽ റോഡരികിലാണ് ബയോബാബ് മരമുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാർ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും അടിമകളുമായി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ മരം. ആഫ്രിക്കയിലെ ആദിവാസികൾ ഈ മരത്തിന് ചുറ്റുമാണ് കഴിയുക. മരത്തിന്റെ ഇല, വേര്, ചില്ലകൾ, തൊലി, പഴം എല്ലാം കഴിക്കാം. റൊട്ടിമരം എന്ന് ഇതിന് പേരുണ്ട്. മൃഗങ്ങൾക്കടക്കം ഈ മരം ഏറെ ഇഷ്ടമാണ്. കുരങ്ങന്മാർക്കാണ് ഈ മരം ഏറ്റവും ഇഷ്ടം. എന്തും പറിച്ചു കഴിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ മക്കിമരമെന്നും ബയോബാബിന് വെളിപ്പേരുണ്ട്. ഇതിന്റെ കായ പഴുത്തു കഴിഞ്ഞാൽ എലി തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ചത്ത എലി കായ്ക്കുന്ന മരമെന്നും പേരുണ്ട്. ബയോബാബിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. ദൈവം എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കുന്നു. കഴുതപ്പുലി അതിന്റെ സ്വഭാവം പോലെ തന്നെ ഈ വിവരമറിയാൻ വൈകിപ്പോയി. ഒടുവിലാണ് ദൈവത്തിന്റെ അടുക്കൽ കഴുതപ്പുലി എത്തിയത്. നീ എന്താണ് വൈകി വന്നത്? ഞാൻ എല്ലാവർക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞല്ലോ എന്ന് ദൈവം പറഞ്ഞപ്പോൾ കഴുതപ്പുലി മുഖം താഴ്ത്തി കുണുങ്ങി നിന്നു. ദൈവം തന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന ബയോബാബിന്റെ തൈ കഴുതപ്പുലിക്ക് കൊടുത്തു. മരം നടുമ്പോഴും കഴുതപ്പുലി അതിന്റെ സ്വഭാവം കാണിച്ചു. തല തിരിച്ചാണ് മരം നട്ടത്. ഈ മരം നോക്കൂ, വേരുകൾ മുകളിലേക്ക് പോയതുപോലെയാണ് ഇതിന്റെ ചില്ലകൾ. പിന്നെ ഒരു സ്വകാര്യമുണ്ട്. ബയോബാബ് മരത്തിന്റെ പള്ളയിലെങ്ങാനും ആരെങ്കിലും എന്തുകൊണ്ടെങ്കിലും ഒന്ന് കുത്തിയാൽ ആ സ്ഥലത്ത് വെള്ളപ്പൊക്കമാകും വരിക. അത്രയേറെ ടാങ്കർ വെള്ളം സംഭരിക്കാൻ കെൽപ്പുണ്ട് ഒറ്റയായ ഈ ബയോബാബിന്. സീൽ ന്യൂസ്, കണ്ണൂർ. ജനകീയ കൂട്ടായ്മയിൽ കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് ഒരുങ്ങുകയാണ് കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ കുളപ്പുറം ഗ്രാമം. ഇതിന്റെ ഭാഗമായി ചെറുതാഴം കുരുമുളക് ഉൽപാദക കമ്പനി എന്ന പേരിൽ രൂപീകരിച്ച കൂട്ടായ്മയാണ് കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കൃഷിയെ നെഞ്ചോട് ചേർത്ത് കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് കുളപ്പുറം ഗ്രാമത്തിലെ ഈ കൂട്ടായ്മ. വാടകയ്ക്കെടുത്ത സ്ഥലത്താണ് കാർഷിക പ്രവൃത്തി നടത്തുന്നത്. കാർഷിക രംഗത്ത് ആവശ്യമായ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെയും ചെടികളുടെയും ഉൽപാദനമാണ് പ്രധാനം. കുരുമുളക് കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നതിനും കുരുമുളക് തൈ ഉൽപാദനം, സംഭരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ഇവരുടെ തോട്ടത്തിൽ പന്നിയൂർ 1 മുതൽ 8 വരെയുള്ള കുരുമുളക് ചെടികൾ, വിജയ്, നാടൻ ഇനത്തിൽപ്പെട്ട കരിമുണ്ടൻ, ചെടിച്ചട്ടിയിലും മറ്റും വളർത്താവുന്ന കുറ്റിക്കുരുമുളക് ഇനത്തിൽപ്പെട്ട നീലിമുണ്ട ഇവയെല്ലാം ലഭ്യമാണ്. കൂടാതെ പച്ചക്കറി വിത്തുകൾ, ജൈവവളങ്ങൾ, ഫലവൃക്ഷ തൈകൾ, 15 തരത്തിലുള്ള മധുരക്കിഴങ്ങ് തൈകൾ എന്നിവയും ലഭ്യമാണ്. 10 അംഗ ഡയറക്ടർമാരുള്ള കമ്മിറ്റിയാണ് ചെറുതാഴം കുരുമുളക് ഉൽപാദന കമ്പനിയെ നിയന്ത്രിക്കുന്നത്. N ചന്ദ്രൻ, K ദാമോദരൻ, ET സുന്ദരൻ എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കർഷകൻ തന്നെയാണ്. പിന്നെ നമ്മളെ ടെക്നീഷ്യന്മാർ ഈ കുരുമുളക് തൈ കൂടാതെ പച്ചക്കറി തൈകൾ, പച്ചക്കറി വിത്ത്, ഗ്രോ ബാഗ്. പിന്നെ നമ്മൾ ഈ ഗ്രോ ബാഗിൽ തന്നെ നമ്മളെ വീടുകളിൽ ആവശ്യക്കാർക്ക് നമ്മൾ തന്നെ ഗ്രോ ബാഗിൽ നിറച്ച് തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബുഷ് പേപ്പർ, മൺചട്ടി, നമ്മൾ പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുക, മൺചട്ടിയിലേക്ക് വരിക എന്നുള്ള കണ്ടീഷൻ മൺചട്ടി നമ്മൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് ബുഷ് പേപ്പറായിട്ട്. പിന്നെ ഇനിയിപ്പോൾ ഭാവിയിൽ മറ്റ് വൃക്ഷത്തൈകൾ അങ്ങനെയുള്ള ഇതിൽ ഗുണമേന്മയുള്ള സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ നമ്മൾ കുരുമുളക് സംഭരിക്കുക. പിന്നെ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അതായത് ബ്ലാക്ക് പെപ്പർ, ഈ വൈറ്റ് പെപ്പർ, പെപ്പർ ഓയിൽ, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രയിൽ വെച്ച് ഈ രംഗത്ത് പരിശീലനം നേടിയ വനിതകളാണ് കാർഷിക പ്രവർത്തികൾ ചെയ്യുന്നത്. നമുക്ക് KVKന്ന് 30 ദിവസത്തെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഗാർഡനിങ്ങും പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്, ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കുരുമുളകിന്റെ മാതൃതല ഉൽപാദന യൂണിറ്റാണ് ആദ്യം തുടങ്ങിയിട്ടുള്ളത്. പിന്നെ മറ്റുള്ള പച്ചക്കറികളും വിത്ത് മുളപ്പിച്ചിട്ട് തൈകളാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഡോക്ടർ ജയരാജ്, ഷഹനാസ് എന്നിവരുടെ പ്രോത്സാഹനമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട്. സീൽ ന്യൂസ്, പഴയങ്ങാടി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തളിപ്പറമ്പ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ധർമ്മശാലയിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി P. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്ത്രീ പ്രവേശനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന
ചർച്ചകളും അതിൻ്റെ ഭാഗമായി നടക്കുന്ന സമരങ്ങൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ഗൗരവത്തെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീകളുടെ സംരക്ഷണവും സ്ത്രീകൾക്ക് നല്ല പരിഗണനയും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സകലമാന മനുഷ്യസ്നേഹികളും ജനാധിപത്യവാദികളും എം സാവിത്രി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ആർ രാജശ്രീ വിഷയാവതരണം നടത്തി. ഒ സുഭാഗ്യം, പി ടി രുക്മിണി, ഓമന മുരളീധരൻ, വി സതീദേവി, എം ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 8, 9 തീയതികളിൽ കൂവോടാണ് തളിപ്പറമ്പ് ഏരിയ സമ്മേളനം നടക്കുക. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. 5ാമത് ദേശീയ സ്റ്റുഡന്റ്സ് ഒളിമ്പിക്സ് നാഷണൽ ഗെയിംസിൽ വെള്ളി, വെങ്കല മെഡൽ നേടിയ മോറാഴ സെൻട്രൽ AUP സ്കൂളിലെ വിദ്യാർത്ഥിനി അവന്തിക രാജേഷിന് സ്വീകരണവും അനുമോദനവും നൽകി. ആന്തൂർ നഗരസഭ വൈസ് ചെയർമാൻ കെ ഷാജു ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ അംഗീകാരം എഴുതിത്തരാൻ വേണ്ടി നിങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥിക്ക് നമ്മുടെ എല്ലാ പ്രിയങ്കരായ അവന്തിക രാജേഷിന് ഇങ്ങനെ സാധിച്ചതിൽ നമ്മുടെ ഈ സ്കൂൾ മാത്രമല്ല നമ്മുടെ ഈ നാടും അതോടൊപ്പം നമ്മുടെ കേരളവുമെല്ലാം ഒരേ സ്വരത്തിൽ ആ അഭിനന്ദനം ഏറ്റുവാങ്ങുകയാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത രീതിയിലുള്ള കഴിവുകളുള്ള കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ കൂടി വളർന്നു വരുന്നത്. ആ വ്യത്യസ്ത കഴിവുകളെല്ലാം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. 5ാമത് ദേശീയ സ്റ്റുഡന്റ് ഒളിമ്പിക് നാഷണൽ ഗെയിംസ് 2018-19 ബാഡ്മിന്റൺ അണ്ടർ 12 വിഭാഗത്തിൽ വെള്ളി മെഡലും അണ്ടർ 14 വിഭാഗത്തിൽ വെങ്കല മെഡലുമാണ് അവന്തിക രാജേഷ് നേടിയത്. സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ CV മനോജ് അധ്യക്ഷത വഹിച്ചു. SI A ദിനേശൻ അനുമോദനവും ഉപഹാര സമർപ്പണവും നടത്തി. AV ശ്രീലത, A പ്രിയ, ജഷി, N ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. പ്രളയ ദുരിതം പേറുന്ന പിറന്ന നാടിന്റെ പുനരുദ്ധാരണത്തിൽ ഓരോ പ്രവാസി മലയാളിയും പങ്കുകൊള്ളണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് 71 വയസ്സ് പിന്നിട്ട പ്രവാസി ഗണിതശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോർജ് തോമസ് ഓരോ ദിവസവും ഹാഫ് മാരത്തൺ വീതം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓടുകയാണ്. ദേശീയപാത വഴി 22 ദിവസം പിന്നിട്ട ഓട്ടം കണ്ണൂരിൽ എത്തിച്ചേർന്നു. കാൽനൂറ്റാണ്ടിലേറെ കാലമായി അമേരിക്കയിലും ചൈനയിലും ഗണിതശാസ്ത്ര പ്രതിഭകൾക്ക് വഴികാട്ടിയാണ് ഡോക്ടർ ജോർജ് തോമസ്. പ്രവാസികൾക്ക് മാതൃകയായി ഈ ഓട്ടത്തിന്റെ തുടക്കത്തിൽ നാട്ടിലെ വീടിനടുത്ത ഗ്രാമത്തിൽ ഒരു വായനശാലയ്ക്കും ഒരു അംഗനവാടിക്കും കുട്ടികളുടെ പാർക്കിനുമായി അനുയോജ്യമായ 20 സെന്റ് സ്വന്തം സ്ഥലം നൽകുകയും കൂടാതെ ഈ ഓട്ടത്തിന്റെ ഭൂരിഭാഗം ചെലവ് വഹിക്കുകയും ചെയ്യുന്നു. രാവിലെ ഓട്ടവും ഉച്ചയ്ക്ക് ശേഷം സ്കൂളുകളിലും കോളേജുകളിലും സോക്രട്ടീസ് രീതിയിൽ ഗണിതശാസ്ത്ര ക്ലാസുകളും എടുക്കുന്നു. ഇതിനു മുമ്പും കേരളത്തിന്റെ ദുരന്തമുഖങ്ങളിൽ സന്ദേശവുമായി ഡോക്ടർ ജോർജ് തോമസ് എത്തിയിരുന്നു. 2011 എൻഡോസൾഫാൻ ദുരിതം ജനമനസ്സുകളിൽ എത്തിക്കാൻ ആലപ്പുഴയിൽ നിന്നും കോട്ടയം വരെ 53 കിലോമീറ്റർ ദൂരം നിർത്താതെ ഓടിക്കൊണ്ടാണ് ഡോക്ടർ ജോർജ് തോമസ് സന്ദേശവാഹകനായത്. കേരളം എത്തിച്ചുള്ള പ്രഥമ ഓട്ടത്തിന് ഡോക്ടർ ജോർജ് തോമസിനെ അർഹനാക്കിയത് പ്ലാസ്റ്റിക് കത്തിക്കരുതേ എന്ന സന്ദേശവുമായി 2008 കന്യാകുമാരി മുതൽ ശ്രീ മൂകാംബിക അമ്പലം വരെയുള്ള ഓട്ടമാണ്. ഈ ഓട്ടത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ട് CMDRFിലേക്കുള്ള പ്രവാസി മലയാളികളുടെ സംഭാവനയുടെ തോത് വർദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദുരന്തത്തിന്റെ ഓർമ്മ വിദൂരമാകാൻ നാം അനുവദിക്കരുത്. പ്രൊഫസർ ജോർജ് തോമസ് പറഞ്ഞു. രാജ്യങ്ങളിലേക്ക് പോയി ഉയർന്നു വന്നു. പക്ഷെ നമ്മളുടെ നാടിനെ മറക്കരുത്. ആ വലിയ കടം നമുക്ക് എപ്പോഴും ഉണ്ട്. ആ കടം തീർക്കാനൊക്കാത്ത ഒരു കടമാണ്. ഇപ്പൊ നമുക്ക് ആവശ്യമായ ഒരു സന്ദർഭം വന്നിട്ടുണ്ട്. എല്ലാവരും പങ്കുകൊള്ളണം എന്ന് 30 ദിവസം അവരെ അനുസ്മരിപ്പിക്കാനുള്ള ഒരു യജ്ഞമാണ് ഈ 71ാമത്തെ വയസ്സിൽ ഞാൻ ചെയ്തത്. സീൽ ന്യൂസ്, കണ്ണൂർ. എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തളിപ്പറമ്പിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. തളിപ്പറമ്പ് റിക്രിയേഷൻ ക്ലബ്ബിൽ നടന്ന ശില്പശാല തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ 25 സ്കൂളുകളിലുള്ള ലഹരിവിരുദ്ധ ക്ലബ്ബുകളിലെ 160 വിദ്യാർത്ഥികളും കൺവീനർമാരായ 25 അധ്യാപകരുമാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. പ്രമുഖ സൈക്കോളജിസ്റ്റ് ഡോക്ടർ VP ഗിരീഷ് ബാബു ശില്പശാല നയിച്ചു.
തളിപ്പറമ്പ് എക്സൈസ് ഇൻസ്പെക്ടർ RP പീതാംബരൻ, വിമുക്തി ജില്ലാ കോർഡിനേറ്റർ VV ഷാജി എന്നിവർ സംസാരിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VP ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. സീൽ ന്യൂസ് തളിപ്പറമ്പ്. ആസ്വാദകരെ ആവേശം കൊള്ളിച്ച് ഭാവന കരിങ്കൽക്കുഴി നാടകോത്സവത്തിന് ജനത്തിരക്കേറുന്നു. രണ്ടാം ദിനം അരങ്ങേറിയ നാടകം പകിട ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. 512 ദിവസങ്ങൾ, ഏതാണ്ട് 1.5 വർഷം ഒരു ദേശം മുഴുവൻ സമരത്തിലാണ്. ശമ്പളം കൂട്ടിക്കിട്ടാനോ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുവാനോ അല്ല, ഹർത്താൽ നടത്താനോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ കണ്ടവന്റെ തല വെട്ടിപ്പൊളിക്കുവാനോ. കള്ളച്ചൂതിലൂടെ കൊന്നും കൊലവിളിച്ചും രാജ്യാധികാരവും രാജ്യവും പിടിച്ചടക്കി സമൂഹ മനസാക്ഷിയുടെ മേൽ ആധിപത്യം നേടുന്ന മൂലധന മാഫിയ സംസ്കാരത്തെ തുറന്നുകാട്ടുകയാണ് പകിട. പകിട ആസ്വാദകരെ ഏറെ ആവേശം കൊള്ളിച്ചു. നിരവധി നാടകപ്രേമികളാണ് നാടകം കാണാൻ എത്തുന്നത്. സീൽ ന്യൂസ് കമ്പിൽ. കല്യാശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ C979ന്റെ 5ാം വാർഷിക കുടുംബസംഗമം ഡിസംബർ 2-ന് സ്കൂളിൽ നടക്കും. സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1980 SSLC ബാച്ച് അവർ ഒരു C979 എന്ന പേരിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ രൂപീകരിക്കുകയും 2014 മുതൽ തുടർച്ചയായിട്ട് 5 വർഷം വിവിധങ്ങളായിട്ടുള്ള പരിപാടികളോടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂളിൽ സംഘടിപ്പിച്ചു വരികയാണ്. സ്വാഗത സംഘം കൺവീനർ NP എഴിൽരാജ് അധ്യക്ഷത വഹിക്കും. കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച നാടകാചാര്യൻ KMR-നെ ചടങ്ങിൽ ആദരിക്കും. C979 കൂട്ടായ്മ അംഗം ചുണ്ടയിൽ മുരളീധരന്റെ കവിതാ സമാഹാരം ഉത്രാട നിലാവിന്റെ മുറ്റത്ത് പ്രകാശനം ചെയ്യും. കേന്ദ്ര സീനിയർ ഫെലോഷിപ്പ് ലഭിച്ച AV അജയകുമാർ, യുവ കലാകാരന്മാർക്കുള്ള കേന്ദ്ര ജൂനിയർ ഫെലോഷിപ്പ് ലഭിച്ച KV അതുൽ എന്നിവരെയും SSLC +2 ഉന്നത വിജയികളെയും അനുമോദിക്കും. തുടർന്ന് കലാപരിപാടികളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ NP എഴിൽരാജ്, TV പ്രേമരാജൻ, P ലീന, പ്രേംകുമാർ, പ്രസൂൺ, മാതോടം പ്രേമരാജൻ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ് ധർമ്മശാല. ചെറുകുന്ന് പൂങ്കാവ് ബദർപള്ളി മുനവിറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂങ്കാവ് ബദർപള്ളി അങ്കണത്തിൽ നബിദിനാഘോഷവും ദിക്കർ ദുആ മജ്ലിസും K അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകി. ആ വലിയ മോചിതത്തായിട്ട് നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. നമ്മൾ ആ കൊടുക്കുന്നത് കൊണ്ട് അവർ സുഖമായി ജീവിച്ചു പോകുന്നതിന് മാത്രമല്ല വലിയ ശമ്പളം വാങ്ങുന്നതിനൊക്കെ അവരുടെ കടമാണ്. M ആലിക്കുഞ്ഞി അധ്യക്ഷനായി. AC മഹമ്മൂദ് ഹാജി, KM കബീർ, P മുസ്തഫ, VP ഖാലിദ് ഹാജി, മുഹമ്മദ് അലി ഹാജി പുതുവക്കൽ, N ഫൈസൽ മൌലവി പാപ്പിനിശ്ശേരി, PK ഷാഹുൽ ഹമീദ് ഹാജി, O ജംഷീർ, MK ഉമറുൽ ഫാറൂഖ് മൌലവി എന്നിവർ സംസാരിച്ചു. മദ്രസ സ്ഥാപക പ്രസിഡന്റ് K മഹമ്മൂദ് ഹാജി, മുൻ പ്രസിഡന്റ് PT മഹമ്മൂദ്, MK ഉമറുൽ ഫാറൂഖ് മൌലവി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. സീൽ ന്യൂസ് പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് ലീഗ് നേതൃത്വത്തിൽ നടക്കുന്ന യുവജനയാത്ര ജില്ലയിൽ ആവേശോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പര്യടനം തുടരുന്നു. മന്ത്രി KT ജലീലിന്റെ ബന്ധുനിയമനം സംബന്ധിച്ച വിഷയത്തിൽ നിയമപരമായും രാഷ്ട്രീയപരമായും മുന്നോട്ടു പോകുമെന്നും KM ഷാജിക്കെതിരെ വ്യാജരേഖയുണ്ടാക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങളും ജനറൽ സെക്രട്ടറി PK ഫിറോസും. കീഴാറ്റൂരിൽ വീണ്ടും സമരാഗ്നി. അന്തിമ വിജ്ഞാപനം എതിരായതോടെ വയൽക്കിളികളും ഐക്യദാർഢ്യ സമിതിയും വീണ്ടും സമരരംഗത്തേക്ക്. കേരള സ്കൂൾ കലോത്സവത്തിന് തലശ്ശേരിയിൽ അരങ്ങുണർന്നു. 18 വേദികളിൽ കലയുടെ കളിയാട്ടം. മാറ്റുരക്കുന്നത് 15 ഉപജില്ലകളിൽ നിന്നായി 5778 പ്രതിഭകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.